ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക് എലമെൻറ്റ്സ്. നെറ്റ്വർക്ക് എലമെൻറ്റ്സ് നമുക്ക് 5 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ലീനിയർ എലമെൻറ്റ് ആൻഡ് നോൺ ലീനിയർ എലമെൻറ്റ്, ദെൻ ബൈലാറ്ററൽ എലമെൻറ്റ് ആൻഡ് നോൺ ബൈലാറ്ററൽ എലമെൻറ്റ്. ദെൻ നമുക്ക് നെറ്റ്വർക്ക് എലമെൻറ്റ്സിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ലീനിയർ എലമെൻറ്റ് ആൻഡ് നോൺ ലീനിയർ എലമെൻറ്റ്, സെക്കൻഡ് വൺ ബൈലാറ്ററൽ ആൻഡ് നോൺ ബൈലാറ്ററൽ, തേർഡ് വൺ ആക്റ്റീവ് ആൻഡ് പാസീവ്, lumped and distributed, then time variant and time invariant. അപ്പോൾ നമുക്കിതിൽ ലീനിയറിനെയും ബൈലാറ്ററിനെയും ഈ രണ്ട് കാറ്റഗറീനെ നമുക്ക് എന്ത് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ഐ ക്യാര, നമ്മുടെ വി ഐ ക്യാര വെച്ചിട്ടാണ് ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പവർ ആൻഡ് എനർജി വെച്ചിട്ടാണ്. പവറിൻ്റെ എനർജീൻ്റെയും ടൈമിലാണ് നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ലംബഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻട്രാക്ഷൻ തമ്മിലുള്ള ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലംബഡും ഡിസ്ട്രിബ്യൂട്ടഡും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ ടൈം വേരിയൻ്റ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് എന്തായിരിക്കും? നമ്മുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ ടൈമിനെ നോക്കിയിട്ടാണ് നമ്മൾ ടൈം വേരിയൻറ്റും ടൈം ഇൻവേരിയൻറ്റും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്കിതിൽ കൂടുതൽ ആവശ്യം വരുന്ന ഈ മൂന്നെണ്ണമാണ് ലീനിയർ, ബൈലാറ്ററൽ ആൻഡ് ആക്റ്റീവ്. ഈ ഒരു 3 കാറ്റഗറിയാണ് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഇത് രണ്ടും അധികം വരാറില്ല, എന്നാലും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം.